ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രഗിളാണ്. ഇപ്പോൾ ആദ്യം ആഗ്രഹിക്കുമ്പോൾ എൻ്റെ സ്ട്രഗിൾ മുഴുവൻ ഒരു സിനിമയുടെ ഭാഗമാവുക, സിനിമയിലൊന്ന് മുഖം കാണിക്കുക എന്നുള്ളതായിരുന്നു. അതിന് പോലും പറ്റാത്ത ഒരു സമയമുണ്ടായിരുന്നു. എത്രയോ പേരുടെ അടുത്ത് പോയിട്ട് മലയാള സിനിമയ്ക്ക് പറ്റിയ മുഖമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻ സ്ട്രീമിലുള്ളവരല്ല, ചില ഫ്രോഡുകളാണ്. അവർ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയിട്ട് അവർ പൈസ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പൈസ ഇല്ല, വീട്ടിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എത്ര തരാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതൊന്നും സിനിമയിലുള്ളവരല്ല, ഇത് വെച്ച് മുതലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ നമ്മൾ അങ്ങനെ ഒരു മുഖം കാണിച്ചപ്പോൾ അടുത്ത സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡയലോഗുള്ള വേഷം കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്ക് ആരും ഒന്നും കൊണ്ടുതരുന്നില്ലല്ലോ, നമ്മൾ പോയി ചോദിച്ച് വാങ്ങുന്നതല്ലേ. അതിൻ്റെ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേഷമില്ലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം എന്താ പറയുക ഭക്ഷണം, ഞാൻ കുറച്ച് ശരീരം നോക്കുന്നതാണ്. ചപ്പാത്തി ചോദിച്ചപ്പോൾ അപ്പുറത്ത് ചോറുണ്ടാകും, വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാം എന്ന് പറഞ്ഞവരുണ്ട്. മുഖം തുടയ്ക്കാനായിട്ട് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഒരു വെറ്റ് ടിഷ്യൂ, മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട്. ആ വെറ്റ് ടിഷ്യൂ ചോദിച്ചപ്പോൾ പൈപ്പ് ഉണ്ടാവും, കഴിക്കൂടാ, അല്ലാതെ പിന്നെ നീ പോലെ വെറ്റ് ടിഷ്യൂ വെച്ചാണോ ചെയ്തത്. ഇൻസൾട്ടിങ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വേറൊരു രീതിയിലുള്ളൊരു ഊർജ്ജമാണ്.